എല്ലാവർക്കും കേരള കിച്ചൺ മോംസ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് റെസിപ്പിയായിട്ടല്ല, വീണ്ടും ഒരു പ്ലാന്റിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. വേറൊന്നുമല്ല, നമ്മുടെ മണി പ്ലാന്റിനെക്കുറിച്ച്. അപ്പോൾ മണി പ്ലാന്റ് എങ്ങനെ നമുക്ക് വീട്ടിനുള്ളിൽ നന്നായിട്ട് വളർത്താം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സാധാരണ മണി പ്ലാന്റ് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വയ്ക്കുമ്പോഴാണ് നന്നായിട്ട് തഴച്ചു വളരാറുള്ളത്. സാധാരണ നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ റൂമിനകത്ത് തന്നെ വെച്ച് നല്ല രീതിയിൽ നമുക്ക് ഈ മണി പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും. ഈ കാണുന്ന മണി പ്ലാന്റ് എൻ്റെ വീട്ടിലുള്ളതാണ്. ഞാനത് ഒട്ടും തന്നെ വെയിൽ വരാത്ത ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അതായത് കയറി വരുന്ന ഭാഗത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടത്തേക്ക് ഒട്ടും തന്നെ വെയിൽ കിട്ടാത്ത ഒരു സൈഡാണ്. എന്നിട്ടും എൻ്റെ മണി പ്ലാന്റ് നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയൊരു തൈ വാങ്ങിച്ചു വെച്ചാണ്, ചെറിയൊരു മൂട്. പക്ഷേ ഇത് നന്നായിട്ട് തഴച്ചു വളർന്നു വന്നതാണ്. ഞാൻ കുറേ ഉണ്ടായിരുന്നു, ഞാൻ കുറച്ചൊക്കെ മുറിച്ച് കളഞ്ഞാണ്. മുറിച്ചിട്ട് ഞാൻ ചെറിയ ചെറിയ കുപ്പികളാക്കി വെച്ചിട്ട് അതും നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ എങ്ങനെ വെള്ളത്തിൽ മണി പ്ലാന്റ് വളർത്തുക എന്നുള്ളതിനെക്കുറിച്ചുള്ളത് ഞാൻ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതെങ്ങനെ നമുക്ക് നല്ല തഴച്ച് ഇതേപോലെ വളർന്നു നിൽക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് തളിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു പ്രത്യേക രീതിയിലാണ് ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ആ ഫെർട്ടിലൈസർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാനൊരു ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനൊരു ചില്ലിൻ്റെ പാത്രം എടുത്തത്. അപ്പോൾ അതിനകത്ത് നന്നായിട്ട് തെളിഞ്ഞ് കാണുമല്ലോ, അതിന് വേണ്ടിയാണ്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് 200 ml, അത് ഈ ഗ്ലാസ് നിന്ന് 200 ml ആണ്. അതിൻ്റെ 2 ഗ്ലാസ് വെള്ളം. ഇത് ക്ലോറിൻ വെള്ളം ഒന്നുമല്ല, നല്ല വെള്ളം, നമ്മൾ കുടിക്കാൻ വാങ്ങുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലോറിൻ വെള്ളം ഒന്നും അല്ലാത്ത നല്ല വെള്ളം നമുക്ക് എടുക്കാം. 2 ഗ്ലാസ് വെള്ളം കേട്ടോ, അതായത് 200 400 ml. ഇനി നമുക്ക് ആവശ്യമുള്ളത് പാലാണ്. അത് നമ്മൾ സാധാരണ വാങ്ങുന്ന പാലുണ്ടോ, പശുവും പാൽ, അത് തന്നെ. അപ്പോൾ ഈ 200 400 ml വെള്ളത്തിലേക്ക് ഇതേപോലെ 2 സ്പൂണ്, ഇതൊരു ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ, നമ്മുടെ സാധാരണ ടേബിൾ സ്പൂണ്, അതിൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സ്പൂണ് പാൽ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് കുറേ ദിവസത്തേക്ക് വെക്കാൻ പറ്റത്തില്ല, കാരണം പാലായതുകൊണ്ടൊരു സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു 2 ദിവസമൊക്കെ ഈ സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഈ സൊല്യൂഷൻ ഒരു കുപ്പിക്കകത്തേക്ക് മാറ്റാം. കഴിയുന്നതും നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ സ്പ്രേ അടിക്കുന്ന ടൈപ്പുള്ള കുപ്പി ഉണ്ടല്ലോ, അതിലത്തെ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇലയിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിതൊരു സ്പ്രേ കുപ്പിയിലേക്ക് മാറ്റാം. ഞാൻ ഇത് എൻ്റെ ഒരു പഴയ ഫെർട്ടിലൈസറിൻ്റെ ബോട്ടിലാണ്. ഞാൻ നേരത്തെ ഇത് ടോണിക്, ഒരു പ്ലാന്റിൻ്റെ ടോണിക്ക് വാങ്ങിച്ചതായിരുന്നു നേരത്തെ. അപ്പോൾ അത് തീർന്നു പോയപ്പം ഞാൻ ഈ ഒരു ബോട്ടിലാണ് ഈ ചെടിക്ക്, അതായത് എല്ലാ ചെടികൾക്കും ഞാൻ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് തീർന്നു കഴിയുമ്പോൾ വെള്ളം സ്പ്രേ ചെയ്യാൻ വേണ്ടിയും ഞാൻ ഇതിനകത്തേക്ക് തന്നെ വെള്ളം നിറച്ചിട്ടാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു ഫണൽ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഗ്ലാസ് വെച്ച് തന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് ബോട്ടിൽ നിറച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച്, അതായത് വെള്ളവും പാലും വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റിന് കൊടുക്കാൻ പറ്റിയ ഒരു ടോണിക്കാണ് ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബോട്ടിലിൻ്റെ അടപ്പ് നമുക്ക് അടച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ ചെടിക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചെടിയുടെ മുകൾ ഭാഗം തൊട്ട് അടിഭാഗം വരെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതായത് ഇലയ്ക്കും അത് നമ്മുടെ ഈ ഇതിൻ്റെ എല്ലാം ഒരു മുട്ടിൻ്റെ ഭാഗം വരുമ്പോൾ ഒരു ചെറിയ വേര് പോലെ വരുമല്ലോ, അതിലേക്ക് പറ്റി പിടിച്ചിരിക്കുന്നത്, മെയിനായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഈ സ്പ്രേ ചെല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഏറ്റവും അടിയിലുള്ള മണ്ണിൻ്റെ ഭാഗത്തും നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളിത് എല്ലാ ദിവസവും ഈ സൊല്യൂഷൻ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. 3 ദിവസം കൂടുമ്പം മാത്രം നമുക്ക് ഈ സൊല്യൂഷന് ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ സാധാരണ വെള്ളമുണ്ടല്ലോ, അപ്പോൾ ക്ലോറിൻ കലർന്ന വെള്ളമാണെങ്കിൽ അത്ര ഒഴിക്കേണ്ട, നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ, അത് ഈ ബോട്ടിലോട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 3 ദിവസം ആ വെള്ളവും, അതിനുശേഷം 3 ദിവസം കൂടുമ്പോൾ ഈ ഒരു ടോണിക്ക് നമുക്ക് ഉണ്ടാക്കിയിട്ട് ചെടിക്ക് കൊടുക്കാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് 1 മാസം ഒന്ന് ഒഴിച്ചു കൊടുത്തൊക്കെ നല്ല മാറ്റം നിങ്ങളുടെ ചെടിക്ക് ഉണ്ടായിരിക്കും.
അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ബാൽക്കണി ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ജനലിൻ്റെ സൈഡിലോട്ട് കൊണ്ട് വെക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ വെയിൽ കിട്ടും. അങ്ങനെ വെയിൽ കിട്ടുകയും കൂടെ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ചെടി നന്നായിട്ട് തഴച്ചു കൊള്ളണം. പക്ഷേ ഞാൻ ഈ ചെടി വെച്ചിരിക്കുന്ന ഒട്ടും തന്നെ വെയിൽ കിട്ടാത്ത സ്ഥലത്താണ്. എന്നിട്ടും ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് തന്നെ എൻ്റെ ചെടി നന്നായിട്ട് വളർന്നു കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ മാജിക്കൽ സൊല്യൂഷൻ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇതേപോലെ തന്നെ ഞാൻ റോസാ ചെടിക്ക് ഒരു സൊല്യൂഷൻ, അതായത് ഒരു ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വീഡിയോയിൽ. അത് ഞാൻ നാട്ടിലെ അമ്മ ചെയ്യുന്ന ടിപ്സുകളാണ് പറഞ്ഞിരിക്കുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾ ആ വീഡിയോയുടെ ഒന്ന് കണ്ടു നോക്കുക. അതും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ പുതിയ നല്ല നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.